ഹായ് ഓൾ. ബിസൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ സിലബസും അതിന്റെ സ്റ്റഡി പ്ലാനുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോട്ടലി 210 ദിവസത്തിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. 210 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ എക്സാം സ്ലോട്ട് അനുസരിച്ച് അതിന് തൊട്ട് മുന്നേയുള്ള ദിവസം വരെ എന്നുള്ള രീതിയിലാണ്. അതില് 180 ദിവസം നമുക്ക് തിയറി ക്ലാസ്സും ബാക്കി 30 ദിവസം നമുക്ക് റിവിഷൻ എന്ന ഒരു രീതിയിലുള്ള ഒരു പ്ലാൻ ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സിലബസ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തീരുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ദിവസവും നമ്മൾ MCQ അറ്റൻഡ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ നമ്മൾ നോക്കിയാൽ മതി. സിലബസിലേക്ക് കടക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്. ഇത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഡയോഡാണ്. ഡയോഡിൽ നമ്മൾ കുറെ സെമി കണ്ടക്ടർ ഫിസിക്സ് അതിൻ്റെ ഒരു ഭാഗം പഠിക്കണം. PN ജംഗ്ഷൻ ഡയോഡ്, ഫോർവേഡ് റിവേഴ്സ് ബയാസ് കാര, ദെൻ സെനർ ഡയോഡ്, അതിൻ്റെ ബ്രേക്ക് ഡൗൺ ടൈപ്പുകൾ, വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്, ആപ്ലിക്കേഷൻസ്, ഇത്രയും നമ്മൾ ഡയോഡ്സിൽ നോക്കണം. റെക്ടിഫയർ വരുമ്പോൾ ഫുൾ വേവ്, ഹാഫ് വേവ്, ബ്രിഡ്ജ്, അങ്ങനെ 3 ടൈപ്പ്. ദെൻ ഫിൽറ്റേഴ്സ് വരുമ്പോൾ കപ്പാസിറ്റർ, ഇൻഡക്ടർ, LC, പൈ, ഈ ഫിൽറ്റേഴ്സ് എല്ലാം നമ്മൾ പഠിക്കണം. ട്രാൻസിസ്റ്റേഴ്സ് മൂന്നാമത്തെ ടോപ്പിക്കാണ്. ട്രാൻസിസ്റ്റേഴ്സ് വരുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ബയാസിങ്, അതേപോലെ കോൺഫിഗറേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പഠിക്കണം. ദെൻ RC കപ്പിൾഡ് ആംപ്ലിഫയർ, ഫീഡ്ബാക്ക്, ദെൻ ട്രാൻസിസ്റ്റർ ഓസിലേറ്ററിന്റെ കണ്ടീഷൻ, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് എല്ലാം. ഓക്കെ, LC RC ക്ലാസിഫിക്കേഷൻ, ക്രിസ്റ്റൽ ഓസിലേറ്റർ, ഇതെല്ലാം നമ്മൾ നോക്കണം. അപ്പൊ ഇതിന് പറ്റിയ റെഫറൻസ് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് BL തെരേജ ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിന്റെ JB ഗുപ്തയുടെ ബുക്കാണ്. നമ്മൾ ഇത് രണ്ടുമാണ് റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനൊരു ഏകദേശം ഒരു 15 ദിവസം എന്ന് കൂട്ടാം. ഓക്കെ, 15 ദിവസം നമുക്ക് എടുത്തിട്ട് ഇത്രയും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യണം. അപ്പം ഇത് കവർ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഇതിന്റെ MCQസും നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോകണം. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂൾ 1 തന്നെ അതിന്റെ ബാലൻസ് ആണ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, അതായത് FET, അതിന്റെ FETയുടെ ആപ്ലിക്കേഷൻസ്, കോൺഫിഗറേഷൻ, FET, പിന്നെ FET ആസ് ചോപ്പർ, ഓക്കെ, UJT ആസ് റിലാക്സേഷൻ ഓസിലേറ്റർ, ദെൻ MOSFET, IGBT, ഇതെല്ലാം നമ്മൾ നോക്കണം. ഓക്കെ, ദെൻ 5th പാർട്ട് വരുന്നത് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. അപ്പോൾ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുമ്പോൾ LED, ലേസർ, ഒപ്റ്റോ കപ്ലർ, അതുപോലെ തന്നെ ഡിറ്റക്ടേഴ്സ്, ഓക്കെ, അവലാൻഷെ, ഫോട്ടോ ഡയർ, ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സ്, ഇത്രയും നമ്മൾ നോക്കണം. വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ക്ലിപ്പർ, ക്ലാമ്പർ, ഡബ്ലർ, ഓക്കെ, ദെൻ അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ ആൻഡ് ബൈസ്റ്റേബിൾ ഓപ്പറേഷൻ യൂസിങ് ട്രാൻസിസ്റ്റർ, അതായത് മൾട്ടി വൈബ്രേറ്റേഴ്സ്. അപ്പോൾ ഇതിനും നമ്മൾ റെഫറൻസ് കൊടുക്കുന്നത് ബേസിക് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് BL തെരേജ, പിന്നെ JB ഗുപ്തയുടെ ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ് കൊടുക്കാം. ദെൻ ഒപ്റ്റോ ഇലക്ട്രോണിക്സിന് വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഗേർഡ് കേസർ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു 2 സെറ്റിനും നമ്മളൊരു 15 ദിവസം നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇനി അതിന്റെ ബാക്കി വീണ്ടും എഗെയിൻ മൊഡ്യൂൾ 1 തന്നെയാണ്. അതിൽ വരുന്ന 6th ടോപ്പിക്കാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. അപ്പം ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഐഡിയൽ ഒപ്പാം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആപ്ലിക്കേഷൻസ്, അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് 555, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, ആപ്ലിക്കേഷൻസ്, ദെൻ IC വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്, എക്സ്പെഷ്യലി 3-pin IC റെഗുലേറ്റേഴ്സ്. അപ്പം ഇതെല്ലാം ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം അതിന് നമുക്ക് പറ്റിയതാണ് എന്താണ് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, റോയ് ചൗധരിയുടെ. ഓക്കെ, ദെൻ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ്. അപ്പൊ അതില് R2R ലാഡർ കൺവേർട്ടർ, DAC, റാം മെത്തേഡ്, സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ്. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് യൂസ് ഫോർ ദിസ് കൺവേർഷൻസ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ്
സർക്യൂട്ട്സ് JB ഗുപ്തയിൽ നോക്കാം. അപ്പൊ ഇത് ഇച്ചിരി ബൾക്കി ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 20 ദിവസം എന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ. ദെൻ അടുത്തത് മൊഡ്യൂൾ 2 ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഇത് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര വാസ്റ്റ് ആണ് ഇതിൽ. അപ്പൊ അതിൽ സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നെറ്റ്വർക്സിന്റെ പോർട്ട് അനാലിസിസ് ആണ് ഇതിനകത്ത് കൂടുതൽ ഫസ്റ്റ് ഭാഗങ്ങൾ മൊത്തം ചോദിച്ചിരിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ്. അപ്പോൾ അതുകൂടാതെ അറ്റുനുവേറ്റേഴ്സ് ദെൻ ഫിൽട്ടേഴ്സ്. അപ്പൊ ഇതെല്ലാം കൂടി നമുക്കുള്ള ഒരു റെഫറൻസ് ആണ് ഇലക്ട്രിക് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് KS സുരേഷ് കുമാർ. ഓക്കെ. ഇത് ഞാൻ ഈ റെഫറൻസ് പറയാൻ കാരണം ഇത് സിംപ്ലി നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ടൈപ്പ് ബുക്കുകളാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ റെഫറൻസസ് പറയുന്നത്. ഓക്കെ. ഇനി ഇതും നെറ്റ്വർക്ക് നമ്മൾ അത്യാവശ്യം പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെങ്കിൽ തന്നെയും 2 പോർട്ട് അനാലിസിസ് ഒക്കെ ചെയ്ത് വരണമെങ്കിൽ തന്നെയും കുറച്ച് സർക്യൂട്ട് അനാലിസിസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഐഡിയാസ് ഒക്കെ നമുക്ക് വേണം. അപ്പൊ ബേസിക്സ് തൊട്ടേ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ഇതിനൊരു 20 ഡേയ്സ് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് മോഡ്യൂൾ 2ന്റെ തന്നെ ബാലൻസ് ആണ് ആന്റീന ആൻഡ് പ്രൊപ്പഗേഷൻ. അപ്പൊ ആന്റീന ആൻഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റീനാസ്. ദെൻ പ്രൊപ്പഗേഷനിൽ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ, സ്പേസ് വേവ്, അയണോസ്ഫിയറിക് പ്രൊപ്പഗേഷൻ, അതെല്ലാം. ഓക്കെ. ദെൻ മോഡുലേഷൻ വരുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ, അതായത് അനലോഗ് മോഡുലേഷൻ കംപ്ലീറ്റ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ബുക്ക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ജോർജ് കെന്നഡി. JB ഗുപ്തയിൽ ഇതിന്റെ പോർഷൻസ് ഉണ്ട്. ദെൻ ആന്റീന ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ GSN രാജു. ഈ 3 ബുക്സും നമുക്ക് റെഫർ ചെയ്യാം. ഇതിനും ഒരു 20 ഡേയ്സ് നമുക്ക് അലോട്ട് ചെയ്യാം. ദെൻ അടുത്ത ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സെക്കൻഡ് മോഡ്യൂളിന്റെ തന്നെ ബാലൻസ് ആണിത്. പൾസ് മോഡുലേഷൻ, മൈക്രോഫോൺ, ലൗഡ് സ്പീക്കർ, ഓഡിയോ റെക്കോർഡിംഗ് ആൻഡ് റീപ്രൊഡക്ഷൻ, മോണോക്രോം ടെലിവിഷൻ, കളർ TV. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഓഡിയോ ആൻഡ് വീഡിയോ സിസ്റ്റത്തിനകത്ത് വരുന്ന പോർഷൻസ് ആണ് കൂടുതലും, അല്ലെ? അപ്പോൾ അത് നമുക്ക് റെഫർ ചെയ്യാൻ ഇവിടെ റെഫറൻസ് 3 ഓഡിയോ ആൻഡ് വീഡിയോ സിസ്റ്റം RG ഗുപ്ത. ഓക്കെ. ഈ ബുക്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന് ഓരോ ടോപ്പിക്സും കൊടുത്തിട്ടുണ്ട്. ദെൻ പൾസ് മോഡുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ തന്നെ ജോർജ് കെനഡിയിലുണ്ട്. അതേപോലെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ സെപ്പറേറ്റ് ബുക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സഞ്ജയ് ശർമ്മയിൽ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. സഞ്ജയ് ശർമ്മയിൽ. ഓക്കെ. ഇതിന് നമുക്കൊരു 15 ഡേയ്സ് അലോട്ട് ചെയ്യാം. ഓക്കെ. അടുത്ത പോർഷൻ ഇതിൽ വരുന്നത് റഡാർ, ടെലിഫോൺ സിസ്റ്റം, ഫാസിമൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പൊ ഇതെല്ലാം ഇത് ജസ്റ്റ് റഡാർ എന്ന് പറയുമ്പോൾ റിഡക്ഷൻ ടു റഡാർ സിസ്റ്റംസ് മെറിൽ സ്പോൾനിക്കിന്റെ ഒരു ബുക്കാണ്. ദെൻ ബാക്കി ടെലിഫോൺ സിസ്റ്റവും ഈ റെക്കോർഡിംഗ് സിസ്റ്റം. ഓക്കെ. ഫാസിമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്കാനിങ് റെക്കോർഡിംഗ് ഒക്കെയാണ്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ആ ഓഡിയോ വീഡിയോ സിസ്റ്റത്തിന്റെ ബുക്കിനകത്തും ഈ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ഇതിന്റെ നോട്ട്സ് ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെക്കോർഡിംഗ് സിസ്റ്റം ഒക്കെ ആ ഒരു ബുക്കിൽ അവൈലബിൾ ആണ്. ഓക്കെ. ഇനി ദെൻ ഈ പറയുന്ന ടെലിഫോൺ സിസ്റ്റവും നമ്മുടെ ഈ ഓഡിയോ വീഡിയോ സിസ്റ്റത്തിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് RG ഗുപ്തയുടെ. ഓക്കെ. അപ്പൊ ഇതിന് നമുക്ക് വരുന്നത് ഒരു 15 ഡേയ്സ് ആണ്. ഓക്കെ. അലോട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എഗെയിൻ വീണ്ടും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഞാൻ പറയാം ഭയങ്കര വാസ്റ്റ് ആണ്, കുറച്ച് അധികം തന്നെയുണ്ട്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ ബേസിക് ബ്ലോക്ക് കൂടാതെ ഇതിന്റെ ബാൻഡ്വിഡ്ത്ത് റിക്വയർമെന്റ്, അതായത് പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ. ദെൻ ഡിജിറ്റൽ കോഡ്സുകൾ, പല ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന പല ടൈപ്പ് കോഡ്സുകൾ. ദെൻ മോഡുലേഷൻ സ്കീം ASK FSK PSK അങ്ങനെ സ്കീമുകൾ. ദെൻ ഡാറ്റ സെറ്റ്സ് ആൻഡ് ഇന്റർ കണക്ഷൻ, അതായത് മോഡേൺ ഇന്റർഫേസിങ് എന്നുള്ള ടോപ്പിക്. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ നമുക്ക് സൈമൺ ഹേക്കിംഗ്. ഓക്കെ. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ സൈമൺ ഹേക്കിംഗ് നമുക്ക് നോക്കാം. അതുകൂടാതെ സിമ്പിൾ ആയിട്ട് വായിക്കുകയാണെങ്കിൽ സഞ്ജയ് ശർമ്മയും. ഓക്കെ. ഇപ്പൊ സൈമൺ ഹേക്കിംഗ് ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആണ്. ദെൻ സഞ്ജയ് ശർമ്മ ഈസ് ഓൾസോ സ്റ്റാൻഡേർഡ്. ബട്ട് നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതിന് നമ്മളൊരു 15 ഡേയ്സ് അലോക്കേറ്റ് ചെയ്യണം.
ഓക്കെ. ദെൻ ലാസ്റ്റ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷന്റെ ലാസ്റ്റ് പോർഷൻ ആണ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. അത് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷന്റെ ഒപ്റ്റിക്കൽ സിസ്റ്റം തൊട്ട് ബേസ് തൊട്ട് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് തൊട്ട് ഫൈനൽ ആപ്ലിക്കേഷൻസ് വരെയുണ്ട്. അതായത് ട്രാൻസ്മിറ്റേഴ്സ്, റിസീവേഴ്സ്, ലോസസ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു അണ്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന് പറ്റിയ ബെസ്റ്റ് ബുക്കാണ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഗേർഡ് കേസറിന്റെ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്കൊരു 15 ഡേയ്സ് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 3 സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഇവിടെ ബേസിക്സ് തൊട്ട് ആപ്ലിക്കേഷൻ വരെ ഉണ്ട്. ഓക്കെ, അതായത് കെപ്ലേഴ്സ് ലോ ഏറ്റവും ബേസ് ആണ്, സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ ബേസ് ആണ് കെപ്ലേഴ്സ് ലോ എന്ന് പറയുന്നത്. അത് തൊട്ട് സാറ്റലൈറ്റ് സർവീസസ്, GPS, ഇന്റൽസാറ്റ്, ഇതെല്ലാം അതായത് ആപ്ലിക്കേഷൻ ലെവലിൽ വരെ നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ അതിന് പറ്റിയ റെഫറൻസ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഡെന്നിസ് റോഡി. ഇതിന് നമുക്കൊരു 15 ഡേയ്സ് കൊടുക്കാം. ദെൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ മൊബൈൽ കമ്മ്യൂണിക്കേഷന്റെ ഫണ്ടമെന്റൽസ് തൊട്ട്, ഓക്കെ, അതായത് ഒരു സെല്ലുലാറിന്റെ എവല്യൂഷൻ തൊട്ട് ഫൈനലി ആപ്ലിക്കേഷൻ ലെവൽ വരെയുണ്ട്. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ ആക്സസിങ് ടെക്നിക്സ് ഒക്കെ പഠിക്കണം. TDMA, FDMA, CDMA, അതുപോലെ GSM സർവീസ്, ഇതിന്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതിൽ ഇടയ്ക്ക് വരുന്ന കാര്യങ്ങളെല്ലാം, അതായത് പാരാമീറ്റേഴ്സ്, ഫ്രീക്വൻസി, റീയൂസ്, ഇന്റർഫിയറൻസ്, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിന്റെ റെഫറൻസ് വരുന്നത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, ജോസൻ ഷില്ലർ. നമുക്കൊരു 15 ഡേയ്സ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഞാൻ പറഞ്ഞ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 180, അറൌണ്ട് 180 ഡേയ്സ് ആണ് നമ്മൾ തിയറി ഉദ്ദേശിക്കുന്നത്. ദെൻ ലാസ്റ്റ് 30 ഡേയ്സ് നമുക്ക് റിവിഷൻ. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഈ ടോപ്പിക്ക്, ഓരോ ടോപ്പിക്കും കവർ ചെയ്യുന്നതോടുകൂടി തന്നെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് MCQ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ചെയ്താലേ നമുക്കിത് എത്രത്തോളം ഈ ടോപ്പിക്സ് നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്ലോട്ട് വരുന്നത്, എക്സാം സ്ലോട്ട് വരുന്നത് സെപ്റ്റംബർ, നവംബർ 2025 ആണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, നമുക്ക് 200 ദിവസം എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും. അപ്പൊ 180 ഡേയ്സിൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ, അതായത് നാളെ തന്നെ തുടങ്ങാൻ പറ്റുമെങ്കിൽ നാളെ തന്നെ തുടങ്ങി നമ്മൾ പഠിച്ചു തുടങ്ങുക. അത്യാവശ്യം വാസ്റ്റ് ആയിട്ട് തന്നെ ടോപ്പിക് ഉണ്ട്. ഓരോ ടോപ്പിക്കിന്റെ ഒപ്പം തന്നെ ടോപ്പിക് വൈസ് MCQ ട്രൈ ചെയ്യുക. ആൻഡ് ഫൈനലി നമ്മളൊരു 1 മന്ത് റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലാസ് നമ്മൾ ഫസ്റ്റ് വീക്കിൽ തന്നെ ആരംഭിക്കുകയാണ്. ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ആരംഭിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.